പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനകാരുണ്യം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ നമ്മള് ശ്രീമദ് ഭാഗവതത്തില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭക്തിദേവിയെ അതിന്റെ മാഹാത്മ്യത്തെ പറ്റി ശ്രീമദ് ഭാഗവത മഹിമയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഒരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തിദേവി ജനിച്ചത് ദ്രാവിഡ ദേശത്തിലാണെന്നാ പറയുന്നത്. ദ്രാവിഡ ദേശത്തിൽ ജനിച്ചിട്ട് കർണാടകം അതുപോലെ ഗുജറാത്ത് ഏരിയയിലൊക്കെ ഭക്തി വ്യാപിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഈ സത്യം നമ്മൾ കേരള ചരിത്രവുമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കേരളത്തില് ആദ്യമായിട്ട് നമ്മൾ ഭക്തിയുടെ മലയാളത്തില് ഭക്തി പ്രചാരം നടത്തിയ ഒരാചാര്യനായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ. അപ്പോ ഒരു സമൂഹത്തിന്റെ അതിന്റെ ഉന്നമനം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മൂലമല്ല മനസ്സിലാക്കേണ്ടത്. അവരുടെ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റത്തെ മുൻനിർത്തിയാണ് നമ്മൾ ആ സമൂഹത്തിന്റെ അഡ്വാൻസ്മെന്റ് ശരിക്കും അളക്കേണ്ടത്. എന്നാൽ ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സാംസ്കാരിക മുന്നേറ്റം അത് ഭക്തിയുമായിട്ട് ഇടകലർന്ന് നിന്നിരുന്നു. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? ഇപ്പോ അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഓരോ കേരളീയനും എല്ലാവർക്കും സുപരിചിതമായിട്ട് തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു ഹരിനാമ കീർത്തനമുണ്ട്. അപ്പോൾ ഹരിനാമ കീർത്തനത്തിലെ ചില സെന്റൻസ് വാക്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അഭിമാനം തോന്നും. എങ്ങനെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്? നമുക്കറിയാം തുഞ്ചത്തെഴുത്തച്ഛനെ പറ്റി നമുക്ക് വലിയ കഥകളൊന്നും അറിയില്ലെങ്കിലും ഭട്ടതിരിപ്പാടിനെ ഉപദേശിച്ച വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ശ്ലോകങ്ങളിൽ ചില ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. മലയാളത്തിന്റെ തന്നെ ഭാഷാ പിതാവായ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഹരനും വിരിഞ്ചനും മിതം അമരാതി നായകനും അറിയുന്നതില്ല തവ മറിമായ മാത്മമഹിമ എന്നാ പറയുന്നത് അല്ലെ. അപ്പോ ഈ ദേവന്മാർക്ക് ഭഗവാനെ പറ്റിയുള്ള അറിവ് ഇവർക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ മഹിമയുടെ ആഴം ഇവർക്ക് ആർക്കും അറിയില്ല. എന്നാൽ ഈ മഹത്വം മനസ്സിലാക്കുന്ന മാത്രയില് ഹൃദയത്തില് അങ്ങ് സർവജീവികളുടെയും ഹൃദയത്തിൽ അങ്ങ് വസിക്കുന്നുണ്ട്. ആ നാരായണൻ എന്ന നമസ്കാരം. അപ്പോ എന്നിട്ട് അദ്ദേഹം പറയുന്ന ഇതാണ്, ഈ നാമത്തിന്റെ ഈ ഭഗവാന്റെ ഈ മനസ്സിലാക്കാനായിട്ടുള്ള നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് പറഞ്ഞത്? അതിന് വേറെ ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട, ഉപകരണങ്ങൾ വേണ്ട, നമുക്ക് സാമഗ്രികൾ വേണ്ട, ധനം ജലം ഇതൊന്നും വേണ്ട. ഒരൊറ്റ സാധനം മാത്രം മതി. നമുക്ക് എന്താണ് പറയണത്? നാമജപത്തിന് ഒരു നാവ് മാത്രം മതി. അത് നാമജപത്തിന്റെ ആ ലാളിത്യത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഹരിനാമ കീർത്തനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ഏറ്റവും റെവല്യൂഷണറി ആയിട്ട് നമുക്ക് തോന്നുന്ന ചില ശ്ലോകങ്ങൾ അതിനകത്തുണ്ട്, ചില വാക്കുകൾ അതിനകത്തുണ്ട്. അതില് പറയുന്ന വാക്കാണ്, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നി യജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഈ തൊരുനാളും മാർക്കും മുടൻ അരുതാത്തതല്ല ഹരിനാരായണ. ഇത് കേരളത്തിനെ നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചില സന്യാസി വര്യന്മാര് പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ഭ്രാന്താലയം. എന്നാൽ 500 വർഷങ്ങൾക്ക് മുന്നേ എഴുത്തച്ഛൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആർക്കാണ് നാമങ്ങൾ ജപിക്കാനുള്ള യോഗ്യത പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ ജപിക്കാം. പൊതുവെ കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും മന്ത്രം ജപിക്കുന്നതിന് പലരെയും വിലക്കിയിരുന്നു. ആരെയൊക്കെയാണ് വിലക്കിയിരുന്നത്? ഒന്ന് ഋതുവായ പെണ്ണിന്, ഇരപ്പൻ ദാഹകൻ. ആരൊക്കെയാണ്? ഇപ്പൊ ഇരപ്പൻ എന്ന് പറഞ്ഞു കഴിക്കുന്നതിൽ ചില പറയുന്നത് യാചകൻ എന്ന് വെച്ചാൽ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന വ്യക്തി.
ദാഹകൻ അക്കാലത്ത് ഈ ശ്മശാനത്തിൽ എനിക്ക് തോന്നുന്നു ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. ഇനി പതിതനായിക്കോട്ടെ, ഇവർക്കും ജപിക്കാം. അപ്പൊ ഇവർക്ക് മാത്രമേ ജപിക്കാൻ പറ്റുള്ളൂ? അല്ല. അഗ്നിയജനം ചെയ്യുന്ന ഭൂസുരനും ബ്രാഹ്മണനും. എന്ത് യജ്ഞം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണനാണ്? അഗ്നി ഹോത്രി അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണനും ഹരിനാമ കീർത്തനം ഒരു നാളും നിഷിദ്ധമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാല് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ശ്ലോകങ്ങളിലൊന്നാണ്. കാരണം എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തില് ജാതി, ലിംഗ, ശൗചം ആധാരമാക്കിയിട്ടുള്ള ആരാധന നിയന്ത്രണങ്ങൾ വളരെ കർശനമായിരുന്നു. അപ്പൊ ഹരിനാമം ജപിക്കാനായിട്ട് യോഗ്യത വേണ്ട. നാമത്തിന് യോഗ്യതയോ ജാതിയോ ലിംഗഭേദമോ ഇനി ശൗച നിയമാദികളോ അതൊന്നും വേണ്ട. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഒരു ആത്മാവ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പോലും ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് കാണാം. അദ്ദേഹം ഈ പ്രിൻസിപ്പിൾ അനുധാവനം ചെയ്തിരുന്നു. അപ്പോ നമ്മളുടെ തന്നെ നോക്കിക്കഴിഞ്ഞാല് ഭക്തന്മാർ അല്ലെങ്കിൽ നരോത്തം ദാസ് ഠാക്കൂറിനെ പോലെയുള്ള ഭക്തന്മാര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക? ഹരിനാമം എല്ലാവർക്കും ഉപയോഗിക്കും. ഹരിനാം ഉദ്ധാരിലോ പാപ്പി താപ്പി ജോട്ടോ ചില്ലോ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാണ് സാക്ഷി? താർ സാക്ഷി ജഗായ് മഥായ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യഥാർത്ഥത്തില് നമ്മളുടെ ആത്മാവില് അല്ലെങ്കിൽ ആത്മാവിനോട് തൊട്ട് കിടന്നിരുന്നു, അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ആത്മാവിനോട് വളരെയധികം തൊട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ് എന്താണ്? ഭക്തിയും ഭഗവാന്റെ നാമങ്ങളും. ഇത് പുറമേ നിന്ന് ആരും കൊണ്ടുവന്ന് നമുക്ക് തന്നതല്ല. ശരിക്കും ഇത് നമ്മുടെ ആത്മാവിൽ തന്നെയുണ്ട്. അപ്പോ ഈ നാമജപത്തിനെ പറ്റി അദ്ദേഹം തുടർന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആൾക്കാര് നിന്നെ പഴിചാരിക്കോട്ടെ, കാരണം നീ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാര് പഴിചാരിക്കോട്ടെ. ചിലര് നിന്നെ കളിപാപി എന്ന് വിളിച്ചോട്ടെ. കളിപാപി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷുദ്രപാപി, അങ്ങനെ വിളിച്ചോട്ടെ. ഇങ്ങനെ വിളിച്ചാലും നിങ്ങള് അത് തിരിയാതെ നമുക്ക് തിരിയാതെ എന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമഃ. ആരുടെ നാമങ്ങൾ നമ്മൾ ചൊല്ലണം? ഹരിയുടെ നാമങ്ങൾ ചൊല്ലണം. ഇപ്പൊ എന്താ ഇത് കാണിക്കുന്നത്? നമുക്ക് ഇതെന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഒരു ഭക്തന്റെ ആന്തരിക ദൃഢത മനസ്സിലാക്കി തരുന്ന ഒരു വാക്കാണത്. എന്തുകൊണ്ടാണ്? പലപ്പോഴും എപ്പോഴും നാമങ്ങൾ ജപിക്കുന്ന ഒരു വ്യക്തിനാൽ ലോകം പരിഹസിക്കും. അത് ഇന്നൊന്നും തുടങ്ങിയതല്ല, അത് എഴുത്തച്ഛന്റെ കാലഘട്ടം മുതലുണ്ട്. എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ശാസ്ത്രത്തിൽ പറയുന്നു എന്നൊക്കെ ഇതുവരെ ചോദിക്കും. അപ്പോ അദ്ദേഹം പറയുന്നത്, വിഭൂഷൺ എന്ന് ചിലർ ഭാഷിക്കലും ചിലർ കളിപാവി എന്ന് പറയുന്നാകിലും മനസ്സിലാവൂ നമുക്ക് തിരിയാ എന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക്ക ഹരിനാരായണായ നമഃ. ചിലർ ചിലപ്പോ നമ്മൾ പാപി, വിഭൂഷൺ, ഭ്രാന്തൻ എന്ന് വിളിക്കും. ചിലർ ക്ഷുദ്രകൾ ജീവി എന്നൊക്കെ വിളിക്കും. പക്ഷേ നമുക്ക് ഇതൊന്നും പ്രശ്നമില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മള് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട്. കാരണം ഒരു ഭക്തന് ഒരു ദിശയുണ്ട്. എന്താണ് ദിശ? ഭഗവാന്റെ അടുത്തേക്ക് എത്തണം, ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ദിശ. അപ്പോ എന്താണ് ഇത് പ്രതിനിധീകരിക്കുന്നത്? എന്താ നമുക്കിത് മനസ്സിലാക്കി തരുന്നത്? എന്താണ് ഈ ആശയം? ഈ ആശയം തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറഞ്ഞത്. തൃണാദപി സുനിശ്ചേന തരൂരവസ് അപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അപ്പോ എന്തൊക്കെയാ നമുക്ക് ഹരിനാമ കീർത്തനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാനായിട്ട് നമുക്ക് പുറമേ നിന്ന് ഒരു യജ്ഞ സാമഗ്രികളും വേണ്ട. എന്നാൽ ജീവിതത്തില് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നേടാവുന്നതിൽ ഏറ്റവും വലുത് എന്താണ്? ഭഗവാന്റെ നാമമാണ്. ഹരേർ നാമ ഇവ കേവലം കലൗ നാസ്തേവ ഗതരംഗം. അപ്പോ ശബ്ദത്തിന് പലതരത്തിലുള്ള ദാർശനികന്മാര് പറയുന്നത് പരിമിതികളുണ്ട്.
കാരണം ഒരു ശബ്ദം വരുമ്പോ അതിന് പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വ്യാകരണം നോക്കണം, ഭൗതിക ജ്ഞാനം ഉണ്ടാവണം. ഇതെല്ലാം വേണം ശബ്ദത്തിന്. പക്ഷേ ഭഗവാന്റെ നാമങ്ങളില് ഇതൊന്നും നിഷിദ്ധമല്ല. നാമത്തിന് അങ്ങനെ നിഷിദ്ധം ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഏത് ഭക്തൻ ഏത് അവസ്ഥയില് ആ നാമം ജപിച്ചാലും ഭഗവാൻ ആ വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള ഭക്തിയാണ് ശ്രദ്ധിക്കുന്നത്. ബ്രഹ്മാദി ശിവന്മാർക്ക് പോലും അജ്ഞേയമായ ഭഗവാനെ പ്രാപിക്കാൻ മനുഷ്യന് ഒരു നാവ് മാത്രം മതി. അപ്പോ നമ്മള് ആ ആ ആ വാക്കുകള്, എഴുത്തച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാം, ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും ശൗച നിയമാദികള് പോലും നോക്കാതെ ഭഗവാന്റെ നാമം ജപിക്കാമെന്നാണ്. അപ്പോ ഭക്തി എങ്ങനെ ഒരു വ്യക്തിക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ ലളിതമായിട്ട് ഭഗവാന്റെ നാമജപം കൊണ്ട് ആൾക്കാർക്ക് ഭക്തി ലഭിക്കും. അപ്പോ എല്ലാ ഭക്തന്മാരും ഒരേ തരത്തിൽ, ഇപ്പോ ഇത് മാത്രമല്ല, നമ്മളുടെ തന്നെ കേരളത്തിൽ തന്നെ പഴയ ഇവൻ നമുക്ക് കവികൾ മാത്രമല്ലായിരുന്നു, നമ്മുടെ രാജാക്കന്മാരും ഭക്തന്മാരായിരുന്നു. മുകുന്ദമാലാ സ്തോത്രം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കറിയാം, മുകുന്ദമാലാ സ്തോത്രത്തിലും അദ്ദേഹം പറയുന്ന എന്താണ്, കുലശേഖര ആൾവാർ പറയുന്നുണ്ട് അല്ലെ, എന്താ പറയണം, കുലശേഖര ആൾവാർ പറയുന്നത് ദിവ്യ ഔഷധമാണ് പറഞ്ഞത്. അതാണോ, എല്ലാരും സംസാരമാകുന്ന നദിയിൽ, ഈ സംസാര സാഗരത്തിൽ എല്ലാരും നമ്മള് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാര സാഗരത്തില് എല്ലാരും പതിച്ച് അതിൽ ഉഴലുകയാണ്, രക്ഷയില്ലാതെ. പക്ഷെ എത്രത്തോളം പതിതരായിട്ട് നമ്മൾ സംസാര സാഗരത്തിൽ ഉഴലുകയാണെങ്കിലും നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു ദിവ്യ ഔഷധമുണ്ട്. ആ ദിവ്യ ഔഷധം സേവിച്ചു കഴിഞ്ഞാൽ ഈ സംസാര സാഗരത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ഇത് അമൃതിന്റെ നദിയാണെന്നാണ്, നദിയായിട്ടാ പറയുന്നത്, അമൃതിന്റെ നദി. അപ്പോ നമ്മൾ വിചാരിക്കണ്ടാവും, ഓക്കെ 4 നേരം വെച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് തീർന്നു പോകും. ഇല്ല, അമൃതിന്റെ നദിയാന്നാ പറയുന്നത്. അപ്പോ ആയിക്കോട്ടെ, കേരളത്തിലെ രാജാക്കന്മാരായിക്കോട്ടെ, എല്ലാവരും ശരിക്കും ഭക്തന്മാരായിരുന്നു, ഹരിയുടെ സേവകരായിട്ടായിരുന്നു അവര് കണക്കാക്കിയത്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു പോലും പറയുന്നിരിക്കുന്ന എന്താണ്, നാംനാമകാരി ബഹുത നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല. ഭഗവാനെ അങ്ങയുടെ നാമം ജപിക്കാനായിട്ട് അങ്ങ് എല്ലാവർക്കും അനുഗ്രഹം ചൊല്ലിയിരിക്കും. അങ്ങയുടെ നാമങ്ങളില് കോടാനുകോടി ശക്തികളുണ്ട്, നാമങ്ങളുണ്ട്. എല്ലാത്തും കൃഷ്ണന്റെ നാമം, ഗോവിന്ദന്റെ നാമം, അങ്ങയുടെ ആത്മീയ ശക്തികള് അങ്ങ് ഈ നാമങ്ങളിലെല്ലാം അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മള് ഭഗവാനെ നേരിട്ട് കാണാൻ ശ്രമിക്കുകയല്ല, ശരിക്കും നാമത്തിലൂടെ നമ്മള് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. ഇതാണ് നാമത്തിന്റെ മഹത്വം. ഓരോ വ്യക്തിയും നാമം ജപിക്കുന്ന വ്യക്തി ശരിക്കും ആ സമയത്ത് അവരെ ഭഗവാനുമായിട്ട് ആക്റ്റീവ്ലി അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാര്യം ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഓരോ നാമജപത്തിലും നമ്മൾ ശരിക്കും ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.